the discussions about free damped vibrations. Free damped vibrations, categorically speaking, we were in the second classification of that particular set of vibrations, that was under damped case. And after rewriting the equation, governing equation for the damped vibration, and finding its solution based on the under damped case, we finally arrived at the term with respect to logarithmic decrement. I hope you remember this term. ഇത് ഡെറിവ് ചെയ്ത് ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. We arrived at this logarithmic decrement from the second phase of the free damped vibration. Under damped condition, the derive നമ്മൾ ഇവിടെ എത്തിയത്. ആ derivation in between we have found out the or modified the general solution for the damped free vibration according to under damped case. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ടു അണ്ടർ ഡാംഡ് കേസ് എന്ന രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടി. And from within that solution, rearranging the terms and substituting different values or predefined values for certain terms, we arrived at this one. ഇവിടെ എത്തിയത് എങ്ങനെയാ? ലോഗരിതം ഡിക്രിമെന്റിൽ എങ്ങനെയാ എത്തിയത്? We started from taking the ratio of two consecutive vibrations. രണ്ട് കോൺസിക്യൂട്ടീവ് വൈബ്രേഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ x0 by x1, x1 by x2, so and so. അങ്ങനെ നമ്മൾ xn by xn plus 1 എന്നുള്ളൊരു ജനറൽ ഫോർമുലേഷൻ എഴുതി. And logarithmic, natural log of that particular ratio led us to logarithmic decrement. ഓർമ്മയില്ല ഇതെല്ലാം? Sorry, omega d ഇല്ലേ? Omega d. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത റൂട്ട് ഓഫ് ഈറ്റ സ്ക്വയർ മൈനസ് 1 into omega അല്ലേ? 1 minus theta square into root of omega. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്? അതിന് മുന്നേ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ലേ? ഒമേഗ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 1 second. തോന്നുന്നു നമ്മളിത് അണ്ടർ ഡാമിന്റെ കേസ് തന്നെയല്ലേ മാറ്റിയത് അല്ലേ? ഓക്കെ, ആ ചേഞ്ച് ഇവിടെ വരുന്നത് പറഞ്ഞാൽ ബോത്ത് ആർ ടെക്നിക്കലി കറക്റ്റ്. അതായത് നമ്മള് ഈ ആംപ്ലിറ്റ്യൂഡ്സിന്റെ കേസ്, അതായത് എക്സ് അല്ലെങ്കിൽ സ്മോൾ എക്സ്, ഈ ടെർമിനോളജീസ് നമ്മൾ കോസിന്റെ ടേമിലാണ് എഴുതുന്നത് അല്ലെ? ദാറ്റ് വാസ് റിലേറ്റഡ് ടു വാട്ട്, അതായത് ഇതൊരു ഹാർമോണിക് ഐ മീൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് കാണിക്കാൻ വേണ്ടി യൂസ്ഡ് കോസ് ടേംസ്.
അതിന് പകരം നമ്മൾ സൈൻ ടേം ഉപയോഗിച്ച് എഴുതിയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മൾ ഓരോ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ കേസിലും സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്സിന്റെ കേസിലെല്ലാം അത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, പീരിയോഡിക് ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നപ്പോഴും കോസ് ആൻഡ് സൈൻ ടേംസിലാണ്. നമ്മൾ ഓവർ ഡാംഡ് കേസിലും കോസിന്റെ ടേം ഉണ്ട് അല്ലെങ്കിൽ കോസിന്റെ ടേം ഇല്ല, കോസിന്റെ ടേം ഉണ്ടെങ്കിൽ അത് പീരിയോഡിക് ആണ്, കോസിന്റെ ടേം ഇല്ലാത്തത് പീരിയോഡിക് ആണ്. ഈ രീതിയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? സോ അതിൽ ഫസ്റ്റത്തെ, അതായത് ഈ അണ്ടർഡാംഡ് കേസിൽ നമ്മൾ ആൽഫ 1 2 എന്നുള്ള സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ബേസിക് ജനറൽ ഇക്വേഷൻ. General equation was equal to minus zeta plus or minus square root of zeta square minus 1 into omega n. This was the general solution. The exact general solution was this one. Overdamped in the first case, overdamped in the case of zeta greater than 1 ആണ്. സോ ആ സമയത്ത് നമുക്ക് എന്താ കിട്ടിയ, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ട് 2 സെപ്പറേറ്റ് റൂട്ട്സ് കിട്ടി. ആ 2 സെപ്പറേറ്റ് റൂട്ട്സ് നമ്മൾ, അതായത് ആൽഫ 1 എന്നുള്ളതിന് സെപ്പറേറ്റ് റൂട്ടും ആൽഫ 2 എന്നുള്ളതിന് സെപ്പറേറ്റ് വാല്യൂം കിട്ടി. ആ 2 വാല്യൂം കൂടി ജനറൽ സൊല്യൂഷൻ ആയ x is equal to a into e raised to alpha 1t plus b into e raised to alpha 2t ഈ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതാണ് ഓവർ ഡാംഡ് കേസ് കിട്ടിയത്. അണ്ടർ ഡാംഡിന്റെ കേസിൽ വരുന്ന സമയത്താണ് നമുക്ക് ആ ചേഞ്ച് വരുന്നത്. അതായത് ആൽഫ 1 2 in the case of under damped, when zeta is less than 1, ഈ zeta less than 1 എന്ന് എഴുതുന്ന സമയത്ത് മൈനസ് zeta പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ zeta സ്ക്വയർ മൈനസ് 1 നമുക്ക് 1 മൈനസ് zeta സ്ക്വയർ കിട്ടും. കാരണം ഇത് ലെസ് ദാൻ 1 ആണ് വരുന്നത്. zeta square minus 1, we can rewrite it as 1 minus zeta square also. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നമ്മൾ ഈ ഒരു ടേമിന് പഠിച്ചു, അതായത് ഇത് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാലും തെറ്റൊന്നല്ല, ശരി തന്നെയാണ്. അത് ഇങ്ങനെ എഴുതിയാലും 2 രീതിയിൽ എഴുതിയാലും ശരിയാണ്. കാരണം ഇത് അണ്ടർ ഡാം ഈ കേസിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ കേസ് zeta less than 1 ആണെന്നുകൊണ്ട് മാത്രം. സോ ഇവിടെ നിന്നാണ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് zeta സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ ഈക്വൽ ടു ഒമേഗ ഡി എന്ന് എടുത്തത്. അത് നമ്മൾ ഇങ്ങനെ എഴുതിയാലും അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് zeta സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ എൻ ഈക്വൽ ടു ഒമേഗ ഡി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഒമേഗ ഡി, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഫോർ ഡാംഡ് വൈബ്രേഷൻ എന്ന ടെർമിനോളജി വരുന്നത് അണ്ടർ ഡാംഡ് കേസിൽ മാത്രമാണ്. അണ്ടർ ഡാംഡ് കേസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടേം, കാരണം ഇമാജിനറി റൂട്ട്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമേ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓൺലി ബിക്കോസ് zeta ലെസ് ദാൻ 1, റാഡിക്കലിനുള്ള zeta ലെസ് ദാൻ 1 വരുന്ന കേസ് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. സോ 2 രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും തെറ്റല്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദിസ് ഈസ് ടോട്ടലി ഫോർ zeta ലെസ് ദാൻ 1 എന്ന വാല്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? സോ 2 രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാലും തെറ്റല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Can we move forward? അടുത്ത കേസിലേക്ക് പോട്ടെ. ഓക്കെ. സോ ഫൈനലി എന്താ കേട്ടില്ല? അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ. സോ അണ്ടർ ഡാംഡ് കേസിൽ 2 കോൺസിക്യൂട്ടീവ് വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ്, അതായത് xn ഡിവൈഡഡ് ബൈ xn പ്ലസ് 1, ഇതിന്റെ നാച്ചുറൽ ലോ ln ഈ ടെർമിനോളജി എടുത്തിട്ടാണ് നമുക്ക് ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന ടേമിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ. Now one more case is remaining with respect to the classification or categorization of free damped vibrations. ആ free damped vibrations in the last case ആണ്
critically damped vibrations. Critically damped vibration. Critically damped vibration എന്ന് പറഞ്ഞാൽ ഇവിടെ zeta equal to 1 ആണ് വരിക. നമ്മൾ zeta greater than 1 ൽ തുടങ്ങി, that was over damped case. Zeta less than 1 എഴുതി, that was under damped case. Now zeta equal to 1, which is the critically damped case. Again, let us go back to our general solution, our general response to the damped vibration. A e raised to alpha 1 t plus b e raised to alpha 2 t. Okay, and the value of alpha 1 and 2 we have obtained as minus zeta plus or minus square root of രണ്ട് രീതിയിൽ ഈ രീതിയിൽ ഫണ്ടമെന്റലി നമ്മൾ എന്താണ് എഴുതിയത് അത് തന്നെ എഴുതണം. 1 minus zeta square zeta square തന്നെ എഴുതണം. Here's 1 into omega n. This was the equation. Now, when I put zeta equal to 1 in the above solution, എനിക്ക് alpha 1 to എന്താ കിട്ടുക? ഇവിടെ zeta equal to 1 ആണ്, minus 1 plus or minus square root of എന്ത് വരും? 1 square 1 വരും, square root of 0 വരും. So negative 1 മാത്രം ഇവിടെ 0, പുറത്ത് ഒമേഗ. This will be negative omega n. Alpha 1 negative omega n, alpha 2 negative omega n. Square root നുള്ള നെഗറ്റീവ് വരുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇല്ല. Both roots are equal. Alpha 1 ഉം alpha 2 equal ആണ്. Moreover, they are real also. Real equal roots. ഈ റിയൽ ഈക്വൽ റൂട്ട്സ് കിട്ടുന്നതാണ് നോർമൽ കേസ് ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വൺ ടു ദ ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് x is equal to a into e raised to alpha 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ n t plus b into e raised to alpha 2 എന്ന് പറഞ്ഞാൽ again minus omega n t. We will obtain this one as a plus b into e raised to minus omega n t. So this is the response for an critically damped vibration case. So damping factor അല്ലെങ്കിൽ damping ratio 1 എന്ന ടെർമിനോളജി അല്ലെങ്കിൽ എന്ന വാല്യൂ കൊടുത്തുകൊണ്ടുള്ള കാറ്റഗറൈസേഷൻ ഓഫ് വൈബ്രേഷന്റെ റെസ്പോൺസ് ആണ് ഈ എഴുതുന്നത്. We don't have any term related with a trigonometric function. Also, the sin ഉള്ള വാല്യൂ ഇവിടെ ഇല്ല. That means, first of all, this is an aperiodic function. Aperiodic എന്ന് പറഞ്ഞാൽ non-periodic ആണ്. No terms related to cos or sin. Look at this term. E raised to minus omega n t ആണ്. X, which is the displacement, vibration displacement ആണ് x, is proportional to e raised to minus of t. ഇത് നമ്മൾ പഴയ ഓവർ ഡാംഡ് കേസിൽ വന്നതാണ്. ഓവർ ഡാംഡ് കേസിൽ ഇതുപോലെ വന്നിരുന്നു. പക്ഷെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഓവർ ഡാം അവിടെ എന്തുണ്ടായിരുന്നു? ട്രിഗ്നോമെട്രിക് ടേം ഉണ്ടായിരുന്നു. ടേം റിലേറ്റഡ് ടു കോസ് ഉണ്ടായിരുന്നു. കോസ് ഓർ സൈൻ ഐ ഡോണ്ട് റിമെമ്പർ. A trigonometric function was there. അല്ലേ? ഉണ്ടായിരുന്നില്ലേ? ഇവിടെ trigonometric function ഇല്ല. But you can say x is proportional to e raised to minus of t. X is proportional to e raised to minus of t എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? When t increases, അതായത് t ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. t ഇൻഫിനിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ what will happen to displacement? x എന്ന് പറയുന്നത്, അതായത് t ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നെങ്കിൽ e raised to minus of omega n t എന്ന് പറഞ്ഞിട്ട് 0 ആയി മാറും. That means x will tend to 0. Displacement ഇല്ലാതായി പോകും. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? തിരിഞ്ഞോ ഇത് എഴുതിയതാണല്ലോ. ഹലോ,
ഇത് എഴുതി മനസ്സിലായില്ല എന്താന്ന്? Yes, sir. സോ ക്രിട്ടിക്കലി ഡാംഡിന്റെ കേസിൽ ഇഫ് ഐ പ്ലോട്ട് എ ഗ്രാഫ്, അതായത് ഇങ്ങോട്ട് ടി ടൈം, ഇങ്ങോട്ട് എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെയുണ്ട്? ഇവിടുന്നാണ് ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ വിൽ സ്റ്റാർട്ട് ഫ്രം എ ബിഗർ വാല്യൂ അല്ലെ. സോ സ്റ്റാർട്ടിങ് വൈബ്രേഷനിൽ ക്രിട്ടിക്കലി ഡാംഡ് ആണ്. സോ ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവസാനിക്കുക വൈബ്രേഷൻ, പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും, അധികം സമയം എടുക്കില്ല. കാരണം ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, ഇവിടെ കോസ് വാല്യൂസ് സൈൻ വാല്യൂസ് ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ അത് അവസാനിക്കും. ബട്ട് നമ്മളുടെ ഓവർ ഡാംഡ് കേസിൽ എങ്ങനെയായിരുന്നു? ഓവർ ഡാംഡ് കേസിൽ ഇതേ എക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇറ്റ് വിൽ ടേക്ക് എ ബിറ്റ് മോർ ടൈം. എന്നിട്ട് ഇങ്ങനെ ഗ്രാജുവലായിട്ട് പോവായി, ഇങ്ങനെ വന്ന് ഗ്രാജുവലായിട്ട് അങ്ങ് പോകും. സോ ദിസ് വാസ് ദ കേസ് ഫോർ വാട്ട് ബീറ്റ ഈക്വൽ ടു 1 ക്രിട്ടിക്കലി ഡാം. ഇതെന്തായിരുന്നു? ബീറ്റ ഗ്രേറ്റർ ദാൻ 1. വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, അണ്ടർ ഡാംഡ്. അണ്ടർ ഡാംഡ് ആണെങ്കിൽ എന്താ? ഇങ്ങനെ ക്ലിയർ ആണോ? ഇതെല്ലാം ക്ലിയർ ആണോ എഴുതിയത്? Yes, sir. സോ ഫിഫ്ത്ത് മോഡ്യൂളിന്റെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് തീർന്നു. അതായത് അറൌണ്ട് 65-70% തീർന്നു. 60-65% അത്രയും തീർന്നു. കാരണം we have covered all the sections related to free vibrations. ഫ്രീ വൈബ്രേഷൻസിന്റെ സെക്ഷൻ മുഴുവൻ തീർന്നു. നോട്ട് ചെയ്തിന് ഇത്? Yes, sir. ഫ്രീ വൈബ്രേഷന്റെ കേസിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിയത്? നമ്മൾ തുടങ്ങിയത് ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻ നമ്മൾ ഡാമ്പർ കണക്ട് ചെയ്തിട്ടില്ല, ഓർമ്മിക്കണം. സ്പ്രിങ് ആൻഡ് മാസ് മാത്രം, എമ്മും മാത്രം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്നാണ് നമ്മൾ ആദ്യം ഫണ്ടമെന്റൽ ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0, എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എഴുതിയത്. We found out natural frequency of vibration, root of k by m, the radians per second ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ട് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ലീനിയർ വൈബ്രേഷൻ എഫ് 1/2 pi into root of k by m. This was in hertz. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി. അടുത്തത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ട് നമ്മൾ എന്താ, സ്പ്രിങ്ങിന്റെ മാസം കൂടി കൺസിഡർ ചെയ്താൽ ഹൗ ഡസ് ദിസ് നാച്ചുറൽ ഫ്രീക്വൻസി ചേഞ്ച്, അത് നമ്മൾ എഴുതി. എഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 pi into square root of an equation a e divided by m plus m1/3 multiplied by l. ഈ m1/3 എന്തായിരുന്നു? മാസ് ഓഫ് സ്പ്രിങ്. ഈ സ്പ്രിങ്ങിന്റെ m1 എന്ന മാസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഇക്വേഷൻ ഈ രീതിയിലായി മാറും.
എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പ്രിംഗ് മെറ്റീരിയൽ, ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് സ്പ്രിംഗ് മെറ്റീരിയൽ, ലെങ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് സ്പ്രിംഗ്. ഇവിടുന്ന് നമ്മൾ എന്തിലേക്ക് മാറി? ഡാംപ്ഡ് വൈബ്രേഷനിലേക്ക്. സ്റ്റിൽ ഫ്രീ വൈബ്രേഷൻ തന്നെ നമ്മളുള്ളത്. ഡാംപ്ഡ് വൈബ്രേഷനിൽ വരുമ്പോൾ ഇതിന്റെ കൂടെ എന്തും കൂടിയാവും. മാസാണെങ്കിൽ നമ്മൾ ഈ അറ്റാച്ച് ഡാമ്പർ സിസ്റ്റം, ഡാമ്പറും കൂടി അറ്റാച്ച്. ആ ഡാമ്പറും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എ ബൈ എം എക്സ് ഡോട്ട് എഴുതുന്നതിന് പിന്നെ നമുക്ക് സി ബൈ എം എക്സ് ഡോട്ട് കിട്ടും പ്ലസ് എ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇവിടുന്ന് ഫസ്റ്റ് ജനറൽ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തും. എക്സ് ഈസ് ഈക്വൽ ടു ഇതിന്റെ റെസ്പോൺസ് ആണ് എ ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് ബി ഇ റേസ് ടു ആൽഫ 2 ടി. നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്നുള്ള കേസ് വരെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ നമ്പർ 5 ആയിരുന്നു ഇത്. ഇവിടെ ആൽഫന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടിയത്? ആൽഫ 1 ആൻഡ് 2 ഫസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന രീതിയിൽ മൈനസ് സി ബൈ 2m പ്ലസ് or minus square root of c by 2m whole square minus k by m. ഓർമ്മയുണ്ടതല്ലോ? ഓർമ്മയുണ്ടോ? ഈ ഡാംഡ് വൈബ്രേഷൻസ് വി ഫൗണ്ട് ഔട്ട് ദ വാല്യൂ ഓഫ് zeta. ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ. ഡാമ്പിംഗ് ഫാക്ടറിന്റെ സി ഡാമ്പിംഗ് കോൺസ്റ്റന്റ് തമ്മിലുള്ള കുറെ റിലേഷൻസ് നമ്മൾ എഴുതി. ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ്, ഇതിനും കുറച്ച് ഇക്വേഷൻസ്, ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇതിന് എഴുതി. ഈ ഡാംഡ് വൈബ്രേഷൻ കേസിൽ പിന്നെ നമ്മൾ 3 ഡിഫറെന്റ് കേസസ് സിനാരിയോസ് പഠിച്ചു. കാറ്റഗറൈസേഷൻ ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്. ഓവർ ഡാംഡ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ സൊല്യൂഷൻ കിട്ടി. ആൽഫ 1 ആൽഫ 2 രണ്ട് വാല്യൂസ് കിട്ടി, അതിന്റെ ഗ്രാഫ് ഓർമ്മിക്കുക. പിന്നെ വി വെന്റ് ടു അണ്ടർ ഡാംഡ് കേസ്. അഗെയിൻ ജനറൽ സൊല്യൂഷൻ, ഈ ജനറൽ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ് എല്ലാം വരുന്നത് അണ്ടർ ഡാംഡ് കേസ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒക്കെ. അവിടെ ഒമേഗ ഡി എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻ. അതിന്റെ ഗ്രാഫ് ആലേക്കും. ആ അണ്ടർ ഡാംഡ് കേസിൽ നിന്നാണ് വി അറൈവ് അറ്റ് ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ്. ഡെൽറ്റ വാസ് ഡിപെൻഡ് അപ്പോൺ സിഗ്മ എൻ, സോറി സീറ്റ. അതെഴുതി. പിന്നെ ഫൈനലി വി ലുക്ഡ് ഇൻ ടു ദ ക്രിട്ടിക്കൽ ഡാംഡ് കേസ്. അതിന്റെ ഇക്വേഷൻ എഴുതി, അതിന്റെ ഗ്രാഫും വരച്ചു. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ. ഇതുവരെ നമ്മൾ ചെയ്ത ഡെറിവേഷൻസ് ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ പഠിക്കുക. അതിൽ ഓരോ, ഇപ്പം എന്താ പറയാ, ഡാംഡ് കേസിലാണെങ്കിൽ ജനറൽ ഇക്വേഷൻ ഉണ്ട്, ജനറൽ സൊല്യൂഷൻ ഉണ്ട്, അതിൽ ആൽഫന്റെ വാല്യൂസ് എന്താണ്, അവിടെ നിന്ന് 3 കേസിൽ വരുമ്പോൾ ആൽഫന്റെ വാല്യൂസ് എങ്ങനെ മാറുന്നു, ജനറൽ ഇക്വേഷൻ എങ്ങനെ മാറുന്നു, ലോഗരിതമിക് ഡിക്രിമെന്റ് എന്താണ്, സീറ്റാന്റെ ഇക്വേഷൻസ്, സിന്റെ ഇക്വേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് all these have to be used while solving the numerical. എല്ലാ കൊല്ലവും ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു 10 മാർക്ക് ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ന്യൂമറിക്കൽ ആയിരിക്കും. So this was totally the case of free vibrations. Free vibrations തന്നെ free undamped vibrations and free damped vibrations. അതിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ് ചെയ്തത്. ഇനി let us get to the analysis of forced damped vibrations.
ഫ്രീ വൈബ്രേഷൻസ് കഴിഞ്ഞ് ഇനി ഫോഴ്സ്ഡ്. ഈ ഫോഴ്സ്ഡ് തന്നെ നമ്മൾ അൺഡാംഡും ഡാംഡും ഒന്നും നോക്കില്ല. കാരണം ഒരു ഫോഴ്സ് ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി അപ്ലൈയിങ്, വൈബ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോകും നമുക്കറിയാം. സോ അവിടെ മാൻഡേറ്ററിലി ഈ വൈബ്രേഷൻ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻസിന്റെ കേസിൽ ഓൾവേസ് നമ്മൾ എന്തായിരിക്കും ഡാമ്പർ. അണ്ടർസ്റ്റുഡ്? സോ ഫോഴ്സ്ഡ് വൈബ്രേഷൻസിന്റെ കേസിൽ ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻസ് മാത്രമേ അനാലിസിസ് ഉള്ളൂ. ഫോഴ്സ്ഡ് അൺഡാംഡ് വൈബ്രേഷൻസിന്റെ കേസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? സർ. യെസ് സർ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേസിൽ എന്തൊക്കെയാണോ? ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻസ്. സോ ഓൾറെഡി നമുക്കൊരു മാസ് എന്നുണ്ട്. We have a spring attached to it. അതുപോലെ തന്നെ we have a damper also. Now, let us consider this position. ഈ മാസിന്റെ സെന്ററിലൂടെ ഞാൻ ഇങ്ങനെ ഒരു ഡാറ്റം ലൈൻ നടത്തുന്നു. ഇതിനെ സി എന്ന പേരിലൊരു ഡാറ്റം പൊസിഷനായിട്ട് എടുക്കും. ഇതെന്താണ് ഈ ഡാറ്റം പൊസിഷൻ? അതായത് ഇനീഷ്യലി എന്തായിരിക്കും? സ്പ്രിങ് വെറുതെ തൂക്കിയിട്ടില്ല. ആദ്യം ഒറ്റ സ്പ്രിങ് മാത്രമേ ഉണ്ടാവും. നമ്മളൊരു റൂഫ് ഒരു സ്പ്രിങ് ഇങ്ങനെ തൂക്കുന്നത്. ഈ പൊസിഷനാണ് എ പൊസിഷനാണെന്ന് വിചാരിക്കും. ഈ സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഞാനൊരു മാസ് വെക്കും. മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ സ്പ്രിങ് കുറച്ചൊന്ന് ഇലാങ്കേറ്റ് ആവുമല്ലോ. ഇലോങ്കേറ്റ് ആയിട്ട് ചെറിയൊരു വൈബ്രേഷനോട് അത് അവിടെ തന്നെ നിൽക്കും. That was the case of free vibration. അല്ലേ? ആ പൊസിഷൻ, അതായത് ഈ പൊസിഷനിൽ ഇത് കുറച്ച് താഴോട്ട് മാറിയിട്ട് ഈ ഒരു പൊസിഷനിലെത്തിയിട്ട് നിൽക്കുക. കാരണം മാസ് തൂക്കം ഒരു റൂഫിൽ നിന്ന് സ്പ്രിങ് ഇങ്ങനെ ഉണ്ട്. ഇവിടെ മാസ് തൂക്കിയപ്പാട് ഇത് ഇതേ ലെവലിലല്ല നിൽക്കും. സ്പ്രിങ് കുറച്ചൊന്ന് ഇലോങ്കേറ്റ് ആവും. മാസിന്റെ വെയിറ്റ് ആണ്. ഇലോങ്കേറ്റ് ആയതിനു ശേഷം അത് വേറെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അത് അനങ്ങാണ്ട് ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും. ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. ആ ഇക്വിലിബ്രിയം പൊസിഷന്റെ BB എന്ന് പറയുന്നത്. ഈ സ്പേസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് എഴുതുന്നത്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ്. ഇത്രയും എന്താണ്? ദിസ് ഈസ് ദ കേസ് ഓഫ് ഫ്രീ വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ. ഈ മാസ് വെച്ചാൽ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഡാമ്പർ ഫിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഈ മാസിനെ ഞാൻ വലിച്ച് താഴേക്ക് വലിക്കുന്നു, എന്നിട്ട് വിടുന്നത്. താഴേക്ക് വലിക്കുന്നു വിടുന്നു, താഴേക്ക് വലിക്കുന്നു വിടുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്ത് നടക്കും. ദാറ്റ് മീൻസ് I am going to apply a force onto this mass. ഈ മാസിൽ ഇത് ഫോഴ്സും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഈ മാസ് വീണ്ടും താഴ്ന്നു. ഈ സ്പ്രിങ് വീണ്ടും ഇലങ്കേറ്റ് ആവും. ഈ പുതിയ പൊസിഷനാണ് ഞാൻ ഇവിടെ മാറ്റുന്നത് CC. ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. This is the case of forced damped vibration. Free damped vibration അല്ലെങ്കിൽ free vibration നമുക്ക് ഈ പൊസിഷൻ വരെ ഉള്ളൂ. സോറി, ഈ പൊസിഷൻ വരെ BB വരെ. ബട്ട് ഫോഴ്സ്ഡ് വരുമ്പോൾ ആ സാധനത്തിന്റെ മേലേക്ക് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കും. ആദ്യം ഒരു റൂഫിന്റെ ഒരു സ്പ്രിങ് ഹാങ് ചെയ്യുന്നു. സ്പ്രിങ്ങിന്റെ അറ്റത്തൊരു മാസ് വെച്ചാൽ അത് കുറച്ചും കൂടി ഹാങ് ചെയ്ത് നിൽക്കും. ഇത് BB എന്നുള്ള പൊസിഷനാണ്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഇപ്പൊ വന്നു. ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ മാസിനെ താഴേക്ക് വലിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? CC എന്ന പൊസിഷനിൽ ആ CCയിലേക്ക് വലിക്കപ്പെടുന്ന ആ ഫോഴ്സ് ആണ് F എന്ന് മാർക്ക് ചെയ്തത്. ഈ ഫിഗർ കറക്റ്റ് ക്ലിയർ ആണ് നിങ്ങൾക്ക്? സോ ഈ പൊസിഷനാണ് ഞാനിവിടെ വരച്ചത് CC. ഓക്കെ, ഇവിടെ ഒരു പൊസിഷൻ BB ഉണ്ട് വിചാരിക്കുക. അതിൽ കുറച്ച് മുന്നേ A ഉണ്ട് വിചാരിക്കുക. ഞാനത് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അതാണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻ ബിറ്റ്വീൻ AA ആൻഡ് BB ആയിരുന്നു ഡെൽറ്റ എന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ.
ഈ സി സിയിലെത്താൻ കാരണം ഐ ഹാവ് അപ്ലൈഡ് എ ഫോഴ്സ്. ഈ ഫോഴ്സിനെ ഞാൻ എഫ് നോട്ട് കോസ് ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താ? എഫ് ഫിസിക്കലി എഫ് നോട്ട് കോസ് ഒമേഗ ടി. ഇപ്പൊ ദ ഫോഴ്സ്, ദിസ് ഈസ് ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓർ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ഫോഴ്സിന് ഇഫ് ഐ റെപ്രസെന്റ് മാത്തമാറ്റിക്കലി എഫ് നോട്ട് കോസ് ഒമേഗ ടി, ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പണ്ട് മുതലേ ഈ ഓസിലേഷൻസ് ഫിസിക്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എക്സ് നോട്ട് സൈൻ ഒമേഗ ടി. ഈ ഒമേഗ ടിക്ക് പകരം തീറ്റ തീറ്റ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു ഓസിലേഷൻ മോഷനാണ്, ഒരു പീരിയോഡിക് മോഷനാണ്, അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അതല്ലേ ഈ ടേമിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ എക്സ് നോട്ട്, ഈ ക്യാപിറ്റൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇത് ജനറൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ ജനറൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വാല്യൂ ആണ് ഈ എക്സ് നോട്ട്. സിമിലർലി ഈ ഫോഴ്സിന്റെ ജനറൽ വാല്യൂ ആണ് ഇത്. അതിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ആ ഫോഴ്സ് ഒരു ഓസിലേറ്ററി അല്ലെങ്കിൽ പീരിയോഡിക് ഫോഴ്സ് ആകുമ്പോൾ മോഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതിലുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫോഴ്സ് ആണ് എഫ് നോട്ട്. കോസ് ഒമേഗ ടി റെപ്രസെന്റ് ചെയ്യുന്നത് ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. അതായത് ഈ ഫോഴ്സ് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യപ്പെടും, അതേ ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യപ്പെടും. അതാണ് ഇതിന്റെ അർത്ഥം. സോ ഈ ദിസ് അപ്ലൈഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ ഐ റെപ്രസെന്റ് ഇറ്റ് ആസ് എഫ് നോട്ട് കോസ് ഒമേഗ ടി. I hope this figure is clear for you. Clear അല്ലേ? Yes, sir. Okay. F applied or external force. F naught ആ ഫോഴ്സിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. കോസ് ഒമേഗ ടി എന്താണ് കാണിക്കുന്നത്? റെപ്രസെന്റ്സ് ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ. That means F എന്താണ്? ഒരു ഓസിലേറ്റിംഗ് ഫോഴ്സ് ആണ്. ഈ ബി ബി എന്ന് പറഞ്ഞ പൊസിഷൻ നമ്മൾ എന്താ പറയും? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷൻ. ആ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്, അതായത് മാസ് ആദ്യം ഇവിടെ ആയിരിക്കും, ഇതിനെയാണ് ഈ ഫോഴ്സ് കൊടുത്തിട്ട് താഴേക്ക് വിളിക്കുന്നത്. So now the system is not in equilibrium. അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. If we consider the free body diagram, ഇതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്താൽ ഏതൊക്കെ ഫോഴ്സ് ആയിരിക്കും ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എഫ് ഫിസിക്കൽ എഫ് നോട്ട് കോസ് ഒമേഗ ടി. ഫസ്റ്റ് ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ബാക്കി ഇതിൽ എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ നോക്കിയ ഡാംഡ് വൈബ്രേഷണൽ കേസ് ഏതൊക്കെ ഫോഴ്സ് ആണ് ഒറ്റ അപ്ലൈ ആക്ട് ചെയ്യുന്നത്? കാരണം വി ഹാവ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ, വി ഹാവ് എ ഡാമ്പർ, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് സി ഉണ്ട്. സോ ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മാസ് ഉള്ളതുകൊണ്ട്. അത് mx ഡബിൾ ഡോട്ട് ആണ്. ഇത് ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ ഇത് അപ്വേർഡ് ആണ്, ഇനേർഷ്യ ഫോഴ്സ്. എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. തേർഡ് വൺ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട് അല്ലെ? ഇറ്റ് ഈസ് ബൈ വിർച്യൂ ഓഫ് ദ വെലോസിറ്റി. സോ ഡാമ്പിംഗ് ഫോഴ്സ് സി എക്സ് ഡോട്ട് ആണ്, അതും അപ്വേർഡ് ഡയറക്ഷനിലാണ്, ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ എന്താണ്? ഈ വൺ മോർ ഫോഴ്സ്, അത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? കെ ഇൻറ്റു എക്സ് ആണ്. അതും എങ്ങോട്ടാണ്? റിസ്റ്റോറിംഗ് എലമെന്റ് ആണ്, ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ. സോ ദാറ്റ് ഈസ് ഓൾസോ അപ്വേർഡ്. ഈ 4 ഫോഴ്സുകളാണ് ഒരു ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷന്റെ കേസിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്. സി ഫ്രീ ഡാംഡ് വൈബ്രേഷന്റെ കേസിൽ നമുക്ക് ഈ 3 ഫോഴ്സ് ഉണ്ടായിരുന്നു. ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോഴ്സ് കൂടി വരും. ആ വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സും മറ്റ് 3 ഫോഴ്സിനെ കാട്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? Yes, sir. That means ഇങ്ങനെയാണ് കണ്ടീഷൻ. at equilibrium
How can I write the governing equation? Given the equation of motion can be represented as mx double dot plus cx dot plus kx equal to f naught cos omega. ഇത്രയും നേരം റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരുന്നു, കാരണം നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. റിമൈനിങ് ഐ മീൻ ഓൾ ദ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ദർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ബട്ട് ഈ കേസിൽ എന്താണ്, ഇത് മൈനസ് എഫ് നോട്ട് കോസ് ഒമേഗ ടി വരും. അതിനപ്പുറത്തേക്ക് എടുത്താലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഫ് നോട്ട് കോസ് ഒമേഗ ടി വരും. ക്ലിയർ ആണോ? Yes, sir. Consider this as equation number 1. നമ്മളുടെ പോസ്റ്റ് ഡാംഡ് വൈബ്രേഷന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. This is the governing equation that represents forced damped vibration. Forced damped vibrations in the governing model, mathematical or vibratory model ആണെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഗവേണിംഗ് ഇക്വേഷൻ ആണ് ഇത്. mx double dot plus cx dot plus kx equal to f naught cos omega t. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 അല്ലാതെ ഒരു വാല്യൂ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതാം? രണ്ട് പാർട്ടായിട്ട് സൊല്യൂഷൻ എഴുതാം. ദാറ്റ് സൊല്യൂഷൻ വിൽ ഓൾവേസ് ഹാവ് 2 പാർട്സ്. ഇതിന്റെ സൊല്യൂഷൻ എക്സ് ആണ് സൊല്യൂഷൻ എങ്കിൽ എന്തുണ്ടാവും? x1 plus x2. രണ്ട് പാർട്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും സൊല്യൂഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയും. x2 നമ്മൾ പറയും പർട്ടിക്കുലർ ഇന്റഗ്രൽ. എങ്ങനെ എഴുതിയത്? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ ഓർമ്മയുണ്ടോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറ്റർമിനേറ്റ് കേസിൽ സൊല്യൂഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, രണ്ട് പാർട്ടായിട്ടാണ് എഴുതുന്നത്. എക്സ് ഈക്വൽ ടു സം ഓഫ് അല്ലെ കോമ്പിനേഷൻ ഓഫ് 2 പാർട്സ്. അതിൽ ഫസ്റ്റ് വൺ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ CF, മറ്റേത് പർട്ടിക്കുലർ ഇന്റഗ്രൽ PI. CF plus PI എന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതില് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദിസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വാസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഓക്സിലറി ഇക്വേഷൻ. ഒരു ഓക്സിലറി ഇക്വേഷൻ. ആ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതല്ല, ഇതിനൊരു 0 ആയിരുന്നെങ്കിൽ എന്താണ്? അതാണ് ഓക്സിലറി ഇക്വേഷൻ. ആ ഓക്സിലറി ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ബേസിക്കലി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അതായത് mx ഡബിൾ ഡോട്ട് പ്ലസ് cx ഡോട്ട് പ്ലസ് kx ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ അതിന്റെ സൊല്യൂഷൻ ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ആ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി എവിടെ കണ്ടുപിടിച്ചു? ഡാംഡ് ഫ്രീ വൈബ്രേഷൻസ് കേസിൽ തൊട്ട് മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്, ജനറൽ സൊല്യൂഷൻ അല്ലേ? സോ നമുക്ക് ഈ അനാലിസിസ് ചെയ്യാനുള്ള എന്താ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഫോർ ദി പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് അത് ടൈമിംഗ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഹൗ ടു സോൾവ് ദിസ് ആണെന്നുള്ളത് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.